അപ്പൊ എന്തിനാന്നല്ലേ, അതെ, ഒരു പിച്ചക്കാരന്റെ കഥ പറയണ സിനിമ, ധനുഷിന്റെ കുബേര, ശേഖർ കമൂല ഡയറക്ടർ. പിന്നെ ധനുഷ്, നാഗാർജുന, രശ്മിക മന്ദാനൊക്കെ ലീഡ് റോളുള്ള പടം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവര് അഭിനയിച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട്. പക്ഷെ പടം എവിടെ എത്താത്ത പോലെ, ഭയങ്കര ഭയങ്കര ലെങ്ത് ഉള്ള പടം. എനിക്ക് തോന്നുന്നു 3 മണിക്കൂറിന് എടുക്കുന്നുണ്ട് പടം. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഷോക്കായിട്ട് ലാഗായിട്ട് പോണ്, സെക്കൻഡ് ഹാഫും ലാഗായിട്ട് പോണം. ആ സ്റ്റോറി ഗ്രിപ്പിങ്ങുകളാണെന്ന് ചോദിച്ചാല് അതൊന്നും പറയാനില്ല. നമുക്ക് കൺസെപ്റ്റ് ഒക്കെ കൊള്ളാം, പക്ഷെ ഒന്നും കണക്ട് ആകാത്ത പോലെ അങ്ങനെയൊക്കെ സംഭവിക്കോ. ഭയങ്കര ബില്യൺസ് ഓഫ് മണിയുടെ ഇടപാടുകളും പൊളിറ്റിക്കൽ കറപ്ഷനും അങ്ങനത്തെ തീമിലൊക്കെയാണ് പടം വന്നത്. ധനുഷിന്റെ റോളൊക്കെ ഇടലായിട്ട് ധനുഷ് ചെയ്തിട്ടുണ്ട്. ഒരു പിച്ചക്കാരനായിട്ടാണ്, പൈസ എന്താന്നും പോലും അറിയാണ്ട് ജീവിക്കുന്ന ഒരാള്. അങ്ങനത്തെ ഒരു റോളാണ്. പൈസ കുറെ ഉണ്ടായിട്ടും ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തൊരു മനുഷ്യൻ. അതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് എത്രത്തോളം കണക്ട് ആവും എന്നുള്ളത് എനിക്ക് പേഴ്സണലി കണക്ട് ആയിട്ടില്ല. അപ്പൊ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാല് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനത്തൊക്കെ ഒന്നുമില്ല. വലിയ ലെങ്ത്തുള്ള പടം, കുറെ കുറെ ലക്ഷറിയസ് ആയിട്ടുള്ള ലൈഫ് കാണിക്കും, അതേപോലെ തന്നെ കുറെ പാവപ്പെട്ടവരുടെ ലൈഫ് കാണിക്കും. ഇതൊക്കെ അങ്ങനെ ഇങ്ങനെ മാറ്റി കാണിച്ച് ഒരു 3 മണിക്കൂർ വലിച്ചു നീട്ടിയൊരു പടം. ആവറേജ് ഒന്നും പോലും പറയാൻ പറ്റില്ല, ഒരു ബിലോ ആവറേജ് പടാന്നുള്ളൂ. പിന്നെ പടത്തിന്റെ പോസിറ്റീവ്സ് എന്ന് പറയാൻ പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. DSPയുടെ മ്യൂസിക് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ അങ്ങനെ ക്യാച്ച് ആയിട്ടുള്ള തീം, ബാക്ക്ഗ്രൗണ്ട് തീമൊന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തില്ല. പിന്നെ പാട്ട് അങ്ങനെ പ്രത്യേകിച്ച് ധനുഷിന്റെ ഒരു പാട്ടുണ്ട്, ധനുഷ് തന്നെ പാടിയത്. അതും സിറ്റുവേഷൻ ആയിട്ട് ഒരു മാച്ചിങ് ഇല്ലാത്തൊരു പാട്ടും മൊത്തത്തിൽ ശോകമായിരുന്നു. പിന്നെ നെഗറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് പടത്തിന്റെ ഡ്യൂറേഷൻ ആണ്. പെർഫോമൻസ് വൈസ് എല്ലാരും ഓക്കെ ആയിരുന്നു, പക്ഷെ പറഞ്ഞ പോലെ അവരുടെ പെർഫോമൻസിന് വേണ്ടിയുള്ള ഒരു സ്റ്റോറി ലൈനോ അല്ലെന്നുണ്ടെങ്കിൽ അത് ഡയറക്ട് ചെയ്ത് വന്നപ്പോ അങ്ങനെ ആയതാണോ എന്താണെന്ന് അറിയില്ല. മൊത്തത്തില് പടം ശോകമായിരുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ പടം കാണണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കുബേര കാണുക. അത്രേ ഉള്ളൂ. ട്വിൻസ് വ്ലോഗിന്റെ ചെറിയ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക.